വഴക്കുണ്ടാക്കാതെ തൽക്കാലം നീ പോ മോളെ. റിസൾട്ട് വരട്ടെ. വർമ്മ തോറ്റാൽ അപ്പോൾ തന്നെ ആ ജഗന്നാഥനെ മോൾക്ക് കൈമാറിയേക്കാം. ഇവിടെ നടന്ന കാര്യങ്ങൾ വല്ലതും നീ അറിയുന്നുണ്ടോ യാമിനി? ആരൊക്കെയാരെന്നറിയാമോ നിന്റെ ഋതുമോള്? ഈ ഇലക്ഷന്റെ പൊളിറ്റിക്കൽ അഡ്വൈസർ, കൂടാതെ മാടപ്പള്ളി മണ്ഡലത്തിലെ ക്യാമ്പയിൻ മാനേജർ, ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ്. ഞാൻ 2 ദിവസത്തേക്കല്ലേ ഇവിടുന്ന് മാറി നിന്നുള്ളൂ. എന്റെ മോള് ഇത്രയും വലിയ പൊസിഷനിലായത് ഞാൻ ഇപ്പഴാ അറിഞ്ഞേ. പഠിക്കാത്ത കാര്യങ്ങളിൽ ഞാൻ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്റെ മോളെ. പക്ഷേ ഇവൾക്ക് ഇത്രയ്ക്കും ജനറൽ നോളജും പൊളിറ്റിക്കൽ നോളജും ഉണ്ടെന്ന് ഞാൻ ഈ ഇലക്ഷനോടെ അറിഞ്ഞത്. സത്യം പറഞ്ഞ പണ്ട് ഒത്തിരി വഴക്ക് പറഞ്ഞതിന് ഇപ്പൊ എനിക്ക് വലിയ കുറ്റബോധം തോന്നുന്നുണ്ട്. ഋതു, എന്തു പറ്റി? അത് ഏട്ടൻ അവളെ കുറിച്ച് പറഞ്ഞതിന്റെ സന്തോഷം കൊണ്ട് കരഞ്ഞതാ. മോള് കരയണ്ട. ഇലക്ഷൻ റിസൾട്ട് കൂടി ഒന്ന് വന്നോട്ടെ. എന്റെ മോക്ക് അച്ഛനൊരു സമ്മാനം കൂടി തരുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പൊളിറ്റിക്കൽ അഡ്വൈസറുടെ ടെൻഷൻ മാറുമോ? അത്രയ്ക്ക് ടെൻഷനാ. ഹലോ, സദാശിവൻ സാറേ പറഞ്ഞോളൂ. രാജു, ഞാനിപ്പോ വരാം. എവിടെ പോവാ? ഇപ്പൊ വരാം. ഇവള് വിളിക്കുമ്പോ ചിലർ നമ്മളെന്താ ഇവളുടെ വേലക്കാരോ? എടാ, വഴക്കുണ്ടാക്കാതെ നിക്കടാ. അവള് വർമ്മയെ തോൽപ്പിക്കാൻ പണിയെടുത്തത് കൊണ്ടാ നീ ഇലക്ഷന് ജയിക്കാൻ പോകുന്നത്. ആ നന്ദിയില്ലേ, ആ നന്ദി വേണം. എന്താ മോളെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ ഡിമാൻഡ് ഞാൻ അംഗീകരിച്ചു. മനസ്സിനൊട്ട് സഹിക്കാൻ പറ്റാത്തതാണെങ്കിലും എന്റെ അച്ഛനെ തോൽപ്പിക്കാൻ ഞാൻ വർക്ക് ചെയ്തു. ഇനി എന്റെ ഡിമാൻഡ് അങ്കിൾ അംഗീകരിക്കണം. എന്താ മോളുടെ ഡിമാൻഡ്? ജഗന്നാഥൻ അങ്കിളിനെ എനിക്ക് വിട്ടുതരണം. അതെങ്ങനെ ഉടനെ സാധിക്കും മോളെ? ജഗന്നാഥൻ എന്റെ ഒരു അസിസ്റ്റന്റിന് മാത്രം അറിയാവുന്ന രഹസ്യമായ ഒരു സ്ഥലത്താ. അതുമാത്രമല്ല, ആരെയാണെങ്കിലും പൂർണ്ണമായി അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇലക്ഷൻ റിസൾട്ട് വന്ന് വർമ്മ തോറ്റതിന് ശേഷം മാത്രമേ ഈ ജഗന്നാഥനെ വിട്ടുതരാൻ പറ്റുള്ളൂ. ഇതെന്താ അങ്കിളെ, ഇലക്ഷൻ കഴിഞ്ഞപ്പോ വാക്ക് മാറുവാണോ? വാക്കുമാറുന്ന സ്വഭാവം ഈ അനന്തംപിള്ളയ്ക്കില്ല. റിസൾട്ട് വരട്ടെ, അപ്പോൾ ജഗന്നാഥനെ മോക്ക് കൈമാറാം. ഇനി അയാളെ കൈമാറാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലെങ്കിൽ നീ എന്തിയുടെ? നീ എന്റെ നേരെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചാലേ നീ പഴയതുപോലെ വിവരം അറിയും. നിന്റെ ഗോഡ് ഫാദർ ഇവിടെ നിൽപ്പുണ്ടെന്നുള്ള അഹങ്കാരമൊന്നും വേണ്ട. അടിച്ചെകിട്ടത് വീഴും. വഴക്കുണ്ടാക്കാതെ തൽക്കാലം നീ പോ മോളെ. റിസൾട്ട് വരട്ടെ. വർമ്മ തോറ്റാൽ അപ്പോൾ തന്നെ ആ ജഗന്നാഥനെ മോൾക്ക് കൈമാറിയേക്കാം. ഋതുവിത് എവിടെ പോയതാ? എന്താ വരാൻ താമസിക്കുന്ന? അവൾക്ക് എന്തൊക്കെയോ ടെൻഷനുണ്ട്. ചിലതൊന്നും തുറന്നു പറയുന്നില്ല. എന്താണ് ആവോ?
ഇത് എവിടെ പോയതായിരുന്നു? ഏ ഞാൻ ഞാൻ ഇലക്ഷൻ പൾസ് എന്നറിയാൻ വേണ്ടി പുറത്തു പോയതാ. അതെന്തിനാ ഋതു ഒറ്റയ്ക്ക് പോയത്? എന്നെ വിളിച്ചാ ഞാൻ കൂടി വരില്ലായിരുന്നോ? അത് രാജു, നിങ്ങളെല്ലാവരും കൂടി ഇലക്ഷൻ കഴിഞ്ഞുള്ള കാര്യങ്ങളുടെ ഡിസ്കഷനിലായിരുന്നു. അത് തടസ്സപ്പെടുത്തണ്ടെന്ന് ഞാൻ കരുതി. ഋതുവിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടാവുമല്ലോ രാജു. ഇസ്ന്റ് ദാറ്റ് നാച്ചുറൽ? അതല്ല, ഏതെങ്കിലും ടെൻഷൻ എന്നോട് പറയാൻ കഴിയാതെ വിഷമിക്കാണോ? എനിക്കെന്താ രാജുവിനോട് ഒളിച്ചു വെക്കാനുള്ളത്? ഒന്നുമില്ല രാജു. രാജു വെറുതെ തെറ്റിദ്ധരിക്കണ്ട. എന്ത് തെറ്റിദ്ധാരണ? തെറ്റിദ്ധാരണ ഒന്നുമില്ല. ഋതു ഒറ്റയ്ക്ക് കാർ ഓടിച്ച് പോകുമ്പോ എനിക്കെന്തോ ഒരു പേടി, അതും ഈ രാത്രിയില്. ഞാൻ സ്വാതി ഒന്ന് കാണാന്ന് കരുതി പോയതാ, ഇലക്ഷൻ കാര്യങ്ങൾ ചോദിക്കാൻ. എന്നിട്ട് സ്വാതിയെ കണ്ടോ? കണ്ടില്ല, ഞാൻ അവിടെ വരെ പോയില്ല. ഋതു പരസ്പര ബന്ധമില്ലാത്തത് പോലെയാ പലതും പറയുന്നത്. സത്യം പറ, ഋതുവിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. പറയേ, എന്നോട് തുറന്നു പറയേ. ഒന്നുമില്ല രാജു, രാജന് വെറുതെ തോന്നുന്നതാ. ഇലക്ഷൻ റിസൾട്ട് വരുമ്പോ അച്ഛൻ ജയിക്കുമെന്നുള്ള ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ. ആ കാര്യത്തിൽ ഋതു ഒട്ടും പേടിക്കണ്ട. ഇലക്ഷനില് വർമ്മ സാറ് ജയിക്കും. വെറും ജയമല്ല, വമ്പിച്ച ഭൂരിപക്ഷത്തോടുള്ള ജയം. ഹലോ, പവിത്ര. ഇലക്ഷൻ തിരക്കുകളുടെ ഭാരമൊക്കെ ഒന്ന് കുറഞ്ഞു തോന്നുന്നു. നന്നായിട്ട് കുറഞ്ഞു. ശരിക്കും പവിത്ര രാവിലെ എന്നെ കോൾ ചെയ്യുന്നത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് കോൾ വന്നതും ഇവിടെ വീടിന് ചുറ്റും ആളുകളാ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഒരു തവണ ഞാൻ പവിത്രയെ വിളിച്ച് സംസാരിച്ചത് ആർക്കൊരു പ്രശ്നമായി തോന്നിയില്ല. പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ സംസാരിക്കുന്നത് തെറ്റെന്നാണോ സാർ പറയുന്നത്? തീർച്ചയായും. ഞാനിപ്പോ ജീവിതത്തിൽ ഒരു ഒറ്റത്തടിയാ. പവിത്ര പറഞ്ഞതനുസരിച്ച് പവിത്രയും തനിച്ച് ജീവിക്കുന്ന ഒരാളാ. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായ ഒരു സൗഹൃദവും ബഹുമാനവും എനിക്ക് പവിത്രയോടുള്ളത്. അത് പക്ഷേ ആ സെൻസിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. ഞാൻ പറയുന്നത് ഇയാൾക്ക് വ്യക്തമാകുന്നുണ്ടോ? അപ്പോ എന്നെ നേരിൽ കാണണം, സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞതോ? ഉണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. നേരിൽ കാണാനും കാണുമ്പോൾ പറയാനുണ്ട്. പറയാനുള്ളത് എന്തായാലും ഫോണിലൂടെ ഇപ്പൊ പറഞ്ഞൂടെ? അത് പറ്റില്ല. നേരിട്ട് പറയാനുള്ളത് നേരിട്ട് തന്നെ പറയണം. ഇതെന്താ പ്രതാപൻ ഇതുവരെ ഇല്ലാത്തൊരു സംസാര രീതി? വർമ്മ സാറിനെ പോലെ വലിയൊരാള് ഇങ്ങനെ വലിയ വാക്കുകളൊക്കെ പറയുമ്പോ അത് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ അത് ആർക്കായാലും ഉണ്ടാകുമല്ലോ. ഈ പറയുന്ന ആളും നിസ്സാരക്കാരിയൊന്നും അല്ലല്ലോ. അങ്ങ് മേലേക്ക് പോകേണ്ട ജീവനൊക്കെ പിടിച്ചിർത്തുന്ന ആളല്ലേ.